ഹായ് വ്യൂവേഴ്സ്, ആർജെ തേരാവ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു നാട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവരും കൂടെ ഉള്ളൊരു വീഡിയോ എടുക്കാം. അങ്കിത്തും അബിയൊക്കെ എണീറ്റ് വന്നു, ബ്രഷൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. അങ്കിത്തും അബിയൊക്കെ എണീക്കുന്നതേ ഉള്ളൂ. അങ്കിത്ത് ബ്രഷ് ചെയ്യുന്ന അബി എണീക്ക്. അങ്ങനത്തെ അഭി രാവിലെ എണീറ്റ് നല്ല പരിപാടി അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ അവിടെ മിറ്റം വൃത്തിയാക്കുന്നുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പുട്ട് പിഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അരി ഇട്ടു. പിന്നെ ഉച്ചക്കലത്തേക്ക് നമുക്ക് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. 7 മണിയാകുമ്പോൾ രാവിലെ മീൻകാർ വരും. അപ്പം പറയുന്നത് കേര വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതിന് അമ്മയെക്കൊണ്ട് കറി വെപ്പിക്കുന്നു എന്ന് ഞാൻ തന്നെ കറി വെച്ച് ഞങ്ങളല്ലേ കഴിക്കുന്നത്. ഇന്ന് നമുക്ക് അമ്മയെക്കൊണ്ട് കറി വെപ്പിക്കാം. പുട്ടിന് ആവി വന്ന് ഒരവട്ട് പുഴുങ്ങിയെടുത്ത് പുട്ടൊക്കെ പുഴുങ്ങി ചീനി വീഴുന്നത്, ചീനി വീഴുന്ന വേവിക്കാൻ അമ്മായിയമ്മ അമ്മ രണ്ടോ ചീനി വീഴുന്നോണ്ടിരിക്കുകയാണ്. അമ്മയമ്മേനെ മിറ്റം തൂക്കുന്ന ഒരാള്. രണ്ട് ചീനി ക്ലോസ് എടുക്ക്. ചീനി ഒരു പണിയില്ലാതെ ചീനി പിടിച്ചോണ്ടിരിക്കുന്ന ഞാന്. ഞങ്ങൾ ചീനി പിഴുതോണ്ട് വരികയാണ്. അമ്മ ചീനി പിഴുത് തന്നെ അവരോട് കാര്യം പറയുന്നത്. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. അമ്മയെ കൊണ്ട് ഇന്ന് വേവിപ്പിക്കും. മൊത്തം പണി അമ്മയെ കൊണ്ട് ചെയ്യിക്കും ഞാനിന്ന്. ചീനി വേവിപ്പിക്കാം, മീൻ കറി വെപ്പിക്കണം. അല്ല, അമ്മൂമ്മ വെക്കണ്ടേ എന്ന് നമ്മൾ തന്നെയല്ലേ വെച്ച് കഴിക്കുന്നത്. അവർ വെക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആവത്തില്ലയോ? അയ്യോ താഴെ വീണെടുത്തോണ്ടോ. അങ്ങനെ അമ്മ മുറ്റമൊക്കെ വൃത്തിയാക്കിയിട്ട് വന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പപ്പടവും ചിപ്സും ഒക്കെ ഉള്ളായിരുന്നു. പഴം താഴെ കടയുണ്ടെന്ന് വിചാരിച്ച് വാങ്ങിക്കാൻ പോയ, പക്ഷേ അവിടെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പപ്പടവും പഞ്ചസാരയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പുട്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മീനൊക്കെ വൃത്തിയാക്കി കൊടുത്ത് അമ്മ കറി വെച്ച്. അങ്ങനെ അബിയായിരുന്നു ക്യാമറമാൻ. അപ്പോൾ അബിയുടെ ഇങ്ങനെ ഓരോ സംശയത്തിനും ഇങ്ങനെ മറുപടി കൊടുത്തുകൊണ്ടൊക്കെ ഇരുന്ന് മീനൊക്കെ കട്ട് ചെയ്യുവാണ്. അപ്പോൾ മീനും കട്ട് ചെയ്തിട്ട് പിന്നെ അമ്മ പിന്നെ രസം വെക്കാനും കൂടെ റെഡിയാക്കി എടുത്തു. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, മീനിനുള്ളതും രസം വെക്കാനും കൂടെ. ഇത് പിന്നെ അമ്മ മേളിൽ നിന്ന് മസാല പുരട്ടി തന്നു വിട്ട മീനാണ്. മത്തി അമ്മ വാങ്ങിച്ചപ്പോൾ കുറച്ച് പിള്ളേർക്ക് വറുത്ത് കൊടുക്കാൻ തന്നത്. അവർ വറുത്ത് കഴിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചുമന്ന മുളകൊക്കെ മേളിൽ നിന്ന് എടുത്തുകൊണ്ടായിരുന്നു. നമ്മൾ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചുള്ളായിരുന്നു. കുറച്ച് ദിവസം ലീവെന്ന് പറഞ്ഞ് വന്നതാണ്. പിന്നെ അങ്കിത്തിൻ്റെ കണ്ണിൻ്റെ കാണിക്കേണ്ടതുകൊണ്ടാണ് പിന്നെ നമ്മൾ പിന്നെ ഒരാഴ്ച കൂടെ ഒക്കെ ലീവ് നീട്ടിയത്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടുന്നതൊക്കെ പിന്നെ മേളിൽ നിന്ന് ഓടിപ്പോയി എടുത്തുകൊണ്ട് വരുന്നത്. അമ്മ അടുത്ത് പോയി എടുത്തുകൊണ്ട് വരും. ഇവിടെ മീൻ കട്ടിച്ചോണ്ടിരിക്കുന്നു. അമ്മ വെക്കുന്ന കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റാണ്. അതിന് വലിയ ടേസ്റ്റ് ഉണ്ട്. മോരിക്കട്ടെ, മോരിക്ക് കുറുകിയിരിക്കും. എൻ്റെ മോരിക്ക് വന്ന് വെള്ളം മാത്രം. അമ്മൂമ്മയുടെ അതിനകത്ത് വെള്ളമുണ്ട്, മസാലയും പിടിച്ചിട്ടുണ്ട്. അപ്പം മീനൊക്കെ വൃത്തിയാക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ വെന്ത് ഇനി അതിനെ ഊറ്റിയിട്ടിട്ട് നമുക്ക് അമ്മയ്ക്ക് സ്ഥലം ഒഴിഞ്ഞു കൊടുക്കാം മീൻ കറി വെക്കാൻ. അങ്ങനെ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് മീൻ കറി വെക്കാൻ. പച്ചമുളക് ഒരുമിച്ചെടുത്തില്ലേ? ഞാൻ ഇത്തിരി കഴിഞ്ഞില്ലേ എനിക്കങ്ങനെ ഞാൻ കുരുമുളക് രസത്തിന്
വലിയ വണ്ടികളുണ്ടായിരുന്നു. വലിയ മീനില്ലയോ? മുറിച്ച് തരുന്നില്ലേ? അമ്മ അങ്ങനെ പിന്നെ മീൻകറിയൊക്കെ സെറ്റാക്കി. അപ്പോഴത്തേക്ക് പിന്നെ ചീനിയും കൂടെ അരിഞ്ഞെടുത്ത് ചീനിയും കൂടെ വേവിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് ചീനിയും കൂടെ ഒക്കെ വേവിച്ചെടുത്ത് അമ്മ പിന്നെ തുടുപ്പൊക്കെ ഉണ്ടാക്കി ചീനിയൊക്കെ ഇളക്കിയെടുത്ത്. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ നമുക്ക് മേളിൽ ശ്രീജ കുഞ്ഞമ്മയുടെ അവിടുന്ന് വാവാച്ചൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്ക തരാമെന്ന് പറഞ്ഞ് അതിന് അബിയെ വിട്ട്. അപ്പം ഇങ്ങനെ ചെറിയൊരു പീസ് ചക്ക, ഒരു ചക്ക മുറിച്ചതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കിട്ടി. അങ്ങനെ ചക്കയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ ചീനി വേവിച്ചതുകൊണ്ട് ചക്കയൊന്നും എടുക്കാൻ വയ്യ, അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ദിവസം എടുക്കാമെന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇടിച്ചക്ക പിന്നെ ഞാൻ തോരൻ വെച്ചായിരുന്നു. എങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ സെറ്റായപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ 12 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ചീനിയും മീനും മാത്രം കഴിച്ച് അപ്പം ഒരു നൊസ്റ്റാൾജിക് കോമ്പിനേഷൻ അല്ലേ ചീനിയും മീനും. അപ്പം അത് മാത്രമായിട്ട് കഴിച്ച് 12 മണിയൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴേക്കും 3 മണിയൊക്കെ ആയപ്പോൾ ചോറും കഴിച്ചായിരുന്നു. ചോറ് കഴിച്ച വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അങ്ങനെ ചീനിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് മുറ്റമൊക്കെ വൃത്തിയാക്കാൻ ഇറങ്ങി. അവിടെ ആണെങ്കിൽ കുറേ കാട് പിടിച്ചെന്നല്ല, ചെടിയൊക്കെ ഇങ്ങനെ വള്ളി അങ്ങ് റോസയൊക്കെ വള്ളി പോലൊക്കെ അങ്ങ് വളർന്നു പോയി. പനിക്കൂർക്കയും പിന്നെ മറ്റേ അരളിച്ചെടിയുടെ കൂട്ടുള്ള ചെടിയൊക്കെ ഒരുപാട് കമ്പി ഇങ്ങനെ പടന്നൊക്കെ കിടക്കും. അപ്പോൾ അതൊക്കെ കുറച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കുറേ എല്ലാം ഒടിച്ചു കളഞ്ഞ്. ഇലയെല്ലാം പോയി ഒഴിഞ്ഞു ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് എല്ലാം ഒത്തിരി കുറേ വെട്ടിക്കളഞ്ഞ്. ഇങ്ങനെ വള്ളി പോലെ അങ്ങ് പടന്ന് കിടക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ആളില്ലാത്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കിടക്കും അങ്ങ്. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചങ്ങ് വെട്ടിക്കളയാന്ന് വിചാരിച്ച് ഞാനും അമ്മായിയമ്മയും എല്ലാവരും കൂടെ ഇറങ്ങി. അമ്മ അവിടെ മേളിൽ അയ്യം വൃത്തിയാക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ കുറേയൊക്കെ എല്ലാം വെട്ടിക്കളഞ്ഞ്. അവിടെ നിന്നൊരു വാഴയുണ്ടായിരുന്നു, അതിനെ എല്ലാം വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത്. വാഴ വെട്ടിക്കളയുമ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് ഈ വാഴപ്പിണ്ടി തോരൻ വെക്കാനെടുത്താലോ? അവർ മന്ദബുദ്ധി അതുകൊണ്ട് നീ പാളയംകോടൻ്റെ ഏത്തൻ്റെയൊക്കെ മാത്രമേ എടുക്കത്തുള്ളൂ. ഇതൊക്കെ വാഴ അവിടെ നിന്നത് കുലച്ചതായിരിക്കും, ചെറിയൊരു കൊല വന്നിട്ടുണ്ട് നേരത്തെ, അത് പിന്നെ പന്നലായിപ്പോയതാണ്. അങ്ങനെ അതിനെ പിന്നെ വെട്ടി നമ്മളൊരു കുഞ്ഞു തെങ്ങിൻ തൈയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മൂട്ടി കൊണ്ട് ചൂടടിക്കാതെ അതിൻ്റെ മൂട്ടി കൊണ്ട് വെക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അതിനെ വെട്ടി 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 പീസാക്കി അങ്ങ് തെങ്ങിൻ്റെ മൂട്ടിലോട്ട് കൊണ്ടങ്ങ് വെച്ചു. താഴെ പിടി നോക്ക്. ഇതാ ഇത് ഇത് ഇതെല്ലാം കൂടെ കണ്ടിച്ച് അതിനെ മൂട്ടിക്കൊണ്ട് അതിനെ മൂട്ടിക്കൊണ്ടൊക്കെ ചൂടടിക്കത്തില്ല. ഇതുകൂടെ കണ്ടിച്ച് വെക്കണേ. അതെല്ലാം കൂടെ ചെറിയ ബടി ബടി ബാളി ബാഹുബലി മൊത്തം കൊണ്ടിട്ടേക്കട്ടെ. ബടി 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 ബാഹുബലി കച്ചറാക്കിയിട്ടത്. ബടി 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 ബാഹുബലി ബടി 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 ബാഹുബലി കുത്തി കെട്ടി വെച്ചേക്ക്. അപ്പം പിന്നെ നമ്മുടെ വൈകിട്ട് തൂത്തുവാരി ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അപ്പുറത്തുകൊണ്ട് തീ കത്തിക്കുന്നതിടണം, തൂത്തുവാരണം. കുറച്ചുകൂടെ കരിയിലൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ വാരിയിട്ട് കത്തിച്ചിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം കുളിക്കുകയൊക്കെ ചെയ്ത് കുളിച്ചിട്ട് പിന്നെ വിളക്കൊക്കെ കത്തിക്കാൻ നോക്കി. പിന്നെ വൈകിട്ട് ആ ചക്ക എടുത്ത് തോരൻ പോലെ ആക്കിയായിരുന്നു. അതുകൊണ്ട് അമ്മേൻ്റെ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഇവിടെ നിന്നായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചത്. അങ്ങനെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. കുറച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുത്തതായിരുന്നു. അപ്പം നമ്മൾ വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ കഴുകി ഇനി വിളക്ക് കത്തിക്കാനും പൂ പറിക്കാൻ പോവാം. റോസാപ്പൂ നിൽപ്പുണ്ട്. അപ്പോൾ വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ച് അമ്പലത്തിലെ പാട്ട് കേൾക്കാം. വിളക്കൊക്കെ കത്തിച്ചു. വിളക്ക് കത്തിച്ച് അമ്മ അപ്പുറത്തുണ്ട്, അങ്കിത്താപ്പിയൊക്കെ അപ്പുറത്തുണ്ട്. നാമം ചെല്ലണം ഇനി.
അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. പിന്നെ അമ്മയും ഞങ്ങളെല്ലാവരും രാത്രി ചോറൊക്കെ കഴിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.